വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മളൊരു മീറ്റ് റോൾ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കടയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേപോലെയാണ് നമുക്ക് ഈ മീറ്റ് റോൾ ഇവിടെ ഇട്ടിരിക്കുന്നത്. നിങ്ങൾ വീഡിയോ കാണുക. നമുക്കൊരു ഗിവ് അവേ നടക്കുന്നുണ്ട്. 5th സെപ്റ്റംബർ മുതൽ 31st ഡിസംബർ വരെയുള്ള എല്ലാ നല്ല കമൻസിനും നമ്മളൊരു ഗിഫ്റ്റ് കൊടുക്കുന്നതായിരിക്കും. അപ്പം നിങ്ങൾ എല്ലാവരും ഈ ഗിവ് അവേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും ഡ്രോബാക്സ് ഉണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. മൈദ എടുക്കാം, 1.25 കപ്പ്. ഇനി ഇതിൻ്റെ അകത്തോട്ടേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കാം. 1 സ്പൂണോളം ഞാൻ ഇതിൻ്റെ അകത്തോട്ടേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തത്. ഇനി കുറച്ച് ഉപ്പ്. ഇനി ഇത് കുഴച്ചെടുക്കാം. ഇനി കുറച്ചായിട്ട് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. 1/2 കപ്പ് വെള്ളം മതി നമുക്ക്. ഇനി ഇത് കുഴച്ചെടുക്കാം. നമുക്ക് എണ്ണ ഇട്ടിട്ട് നല്ലോണം കുഴച്ചെടുക്കാം. നമുക്കിനി 2 മിനിറ്റ്സോളം ഇങ്ങനെ ഒന്ന് കുഴച്ചെടുക്കണം. നമുക്കിനി ഇത് മാറ്റി വയ്ക്കാം. എൻ്റെ പീസ് ബോൺലെസ് ചിക്കൻ ഞാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്തോട്ടേക്ക് ഞാൻ കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. നമുക്കിത് വേവിക്കാം. ഞാൻ 2 സവോള, 2 പച്ചമുളക്, പിന്നെ 1 സ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റുമാണ് ഇവിടെ എടുക്കുന്നത്. ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തോട്ടേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഒന്ന് ഇറക്കി കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1.25 കപ്പല്ലേ എടുത്തത്. അപ്പോൾ കുറച്ച് ഉള്ളിയൊക്കെ മതി. കുറച്ച് ഗരം മസാലപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, 1/2 സ്പൂണോളം ഞാൻ കുരുമുളക് പൊടിയും ചേർത്തു. ഞാൻ ഇതെല്ലാം കുറച്ച് എമൗണ്ടിലാണ് ചേർക്കുന്നത്. കാരണം എൻ്റെ ഫില്ലിങ് കുറവാണ്. അപ്പം അതിനാവശ്യമുള്ള പൊടി മതി. 1/2 സ്പൂണോളം ഞാൻ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കും. നമുക്ക് 1/2 സ്പൂണോളം മുളക് പൊടി ഇട്ട് ഇത് നല്ലോണം മിക്സാക്കി എടുക്കാം. നമ്മൾ കുക്ക് ചെയ്ത ചിക്കൻ ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഈ ഫില്ലിങ്ങിലോട്ട് ഇട്ട് കൊടുക്കാം. നമുക്കിനി നല്ലോണം ഇത് മിക്സാക്കി എടുക്കണം. ഇതിൻ്റെ അകത്തോട്ടേക്ക് ഞാൻ ടൊമാറ്റോ കെച്ചപ്പ് 1 സ്പൂണോളം ഒഴിച്ച് കൊടുക്കുകയാണ്. ഓപ്ഷനിലാണ് കേട്ടോ ടൊമാറ്റോ സോസ് ഇല്ല, ആവശ്യമില്ല, ചേർക്കണ്ട എന്ന് തോന്നുന്നവരാണെങ്കിൽ കുറച്ച് തക്കാളി പേസ്റ്റ് ആക്കിയിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പം സോസ് ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. കുറച്ചും കൂടി ഫ്ലേവർ കിട്ടും നമുക്കിനി ഇത് തണുക്കാൻ വേണ്ടി വയ്ക്കാം. നമ്മുടെ മാവ് എടുത്തിട്ടുണ്ട്. നമുക്കിത് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് ഓരോന്നും ബൗളാക്കി എടുക്കാം. ഇനി നമുക്ക് ചെറുതായിട്ട് പരത്തിയെടുക്കണം. നമുക്ക് കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിത് പരത്തിയെടുക്കാം. മാക്സിമം നമ്മളിത് വലിച്ച് നീട്ടിയാണ് എടുക്കേണ്ടത്. കാരണം നമ്മൾ കുഞ്ഞാക്കിയാണ് എടുത്താൽ ഇത് കട്ടി കൂടാൻ പാടില്ല. അല്ലെങ്കിൽ നമുക്ക് ഇതിപ്പം എല്ലാം കൂടി ചുരുങ്ങി കയറും. അപ്പോൾ ഇതുപോലെ വലിച്ച് നീട്ടി നമുക്കൊന്ന് തറയിൽ പറ്റി പിടിച്ചിരിക്കും. നമുക്കിതങ്ങ് വെച്ച് കൊടുക്കാം. അതിൻ്റെ ഫില്ലിങ് നടുക്കായിട്ട് ഇത് ഇങ്ങനെ അടച്ചു കൊടുക്കാം. കണ്ട, ഇത് നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇതുപോലെ ബാക്കി നമുക്ക് ഫില്ല് ചെയ്തെടുക്കാം. നമ്മളിതെല്ലാം ഫില്ല് ചെയ്ത് ഒരു പ്ലേറ്റിലോട്ടാക്കി. അതായത് നമുക്ക് നമ്മുടെ ഷേപ്പിലൊന്നും ഒരു കാര്യമല്ല കേട്ടോ. നല്ല വൃത്തിക്ക് ഞാൻ മടക്കിയെടുത്താൽ മാത്രം മതി. എനിക്ക് അങ്ങനെ ഭയങ്കര ഇതിലൊന്നും റൊട്ടിയൊക്കെ പരത്താനൊന്നും എനിക്കറിയില്ല. ഇത് നമുക്ക് ഇനി മുട്ടയൊന്ന് ബീറ്റ് ചെയ്തിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തോട്ടേക്ക് ബ്രെഡ് ക്രംസ് ഇട്ട് പൊരിച്ചെടുക്കാം. അല്ലാതെ ഇത് മാത്രമായിട്ട് വേണമെങ്കിൽ നമുക്ക് പൊരിച്ചെടുക്കാം. ബ്രെഡ് ക്രംസ് ഇല്ലെങ്കിൽ ഇത് നമുക്ക് മുട്ടയിലോട്ട് ഇങ്ങനെ മുക്കിയെടുക്കാം. ബ്രെഡ് ക്രംസിൽ നമുക്കിട്ട് ഇതുപോലെ എടുക്കാം. ബ്രെഡ് ക്രംസ് ഇട്ട് നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലോണം ചൂടായ എണ്ണയിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോവും. നമുക്കിതെല്ലാം മറിച്ചിട്ട് കൊടുക്കാം. ഒരു ചെറിയൊരു സ്പൂൺ മതി മറിച്ചിട്ട് കൊടുക്കാൻ. അപ്പോൾ ഇത് കുക്ക് ചെയ്തെടുക്കാം നമുക്ക്.
നമ്മുടെ മീറ്റ് റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമുക്കൊരു ഗിവ് അവേ നടക്കുന്നുണ്ട്. അതായത് 5th സെപ്റ്റംബർ മുതൽ 31st ഡിസംബർ വരെയുള്ള എല്ലാ നല്ല കമൻസിനും നമ്മളൊരു ഗിഫ്റ്റ് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ഡ്രോബാക്സ് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ബൈ.